ഏരിയ എന്ന് പറയുന്നത് ആ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള ആർട്ടിസ്റ്റിനെ എടുക്കുക എന്നുള്ളതാണ്. ഒരു സൗന്ദര്യത്തിന് സെക്കൻഡറി ഇത് വരാവുള്ളൂ. അങ്ങനെ എനിക്ക് ഈയിടെ കണ്ട ഒരു സിനിമയിൽ കാസ്റ്റിംഗ് അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് നമ്മുടെ ഇത് പ്രേമം. മനസ്സിലായോ? അതിനകത്തെ പെൺകുട്ടികളടക്കം അവരെഴുതി അങ്ങനെ വേണം കാസ്റ്റ് ചെയ്യാൻ. അല്ലാതെ ഇവിടെ ഇപ്പോൾ എല്ലാവരും നോക്കി ഇവിടെ ഞാൻ ഇതാകാൻ വേണ്ടി പറയല്ല, ഇവിടെ കുറേ നായികമാരുണ്ട്. ചിലരൊക്കെ കാണാൻ അതിസുന്ദരിമാരാണ്. എല്ലാവർക്കും ഒന്നും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തിനാണ് പ്രയോറിറ്റി? അതാണ് ഓക്കെ. ഇപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ നോക്കാം. ഇത് പക്ഷേ ഏത് കാസ്റ്റിങ്ങിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ നോക്കുമ്പോൾ സൗന്ദര്യം വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഇടയും പറഞ്ഞു, നിറം കുറഞ്ഞ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എടുത്തിട്ട് അങ്ങനത്തെ ഒരു സിനിമ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു നായികയായിട്ട് അങ്ങനെ ഭയങ്കര ഇതായിട്ട്. അപ്പോൾ ഈയിടെ ഒരു സീരിയലിൽ അങ്ങനെയുണ്ട് ഒരു പെൺകുട്ടി. ഞാൻ പറഞ്ഞ നമ്മുടെ ലൈഫല്ലേ നമ്മൾ പറയുന്നത്, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പം കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു കൺഫ്യൂഷൻ. ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആകത്തില്ല. ഇപ്പം എല്ലാം ഒന്നും പെർഫെക്റ്റ് ആയിട്ടില്ല. ചിലത് ഒത്തിരി പേര് വിമർശിച്ചിട്ടുണ്ട്, ആ കാസ്റ്റിംഗ് ശരിയായില്ല എന്ന് വിമർശിച്ചിട്ടുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടാണ്. സാറിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമസ്കാരം ജിത്തു സാർ, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് ജിത്തു സാറോട് ചോദിക്കാനുള്ളത്, ജിത്തു സാറുടെ ദൃശ്യം സിനിമ ഞാൻ ചെയ്തു, അതിനുശേഷം അതിൻ്റെ തമിഴ് റീമേക്കായ പാപനാശവും ഞാൻ ചെയ്തു. അപ്പോൾ എന്നിൽ ഏൽപ്പിച്ച വരുൺ പ്രഭാകർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അത് എന്നെ ചൂസ് ചെയ്യാൻ കാരണം എന്തെങ്കിലും റീസൺ കാണുമല്ലോ. ആ ഒരു റീസൺ ഞാൻ പലപ്പോഴും ചോദിക്കണം, അതെന്തുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി എന്നിൽ എത്തിയതെന്ന് എനിക്ക് എപ്പോഴും ചോദിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് ജിത്തു സാറുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. കണ്ണും ഒരു ഫാക്ടറായിരുന്നു, കണ്ണും തലമുടിയും. പിന്നെ ഞാൻ ഈ റോഷനെ കുറിച്ചുള്ള ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ റോഷൻ ചെയ്ത സിനിമ ഞാൻ കണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ വിളിച്ചത്. പക്ഷേ പുള്ളിയുടെ കണ്ണ് ഒത്തിരി ഹെൽപ്പ് ചെയ്തത് പാപനാശത്തിലാണ്. അല്ല, അതെനിക്കറിയില്ല. എന്തായാലും ഞാനത് ചോദിച്ചിട്ടുമില്ല. എന്തായാലും പാപനാശത്തിൽ എൻ്റെ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഈ പയ്യനെ തന്നെ വെച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ കമൽ സാർ പറഞ്ഞു, അത് മതി, ആ പയ്യൻ്റെ കണ്ണൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് വേറൊരു ഫീലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം കണ്ണും ഒരു ഫാക്ടറാണ്. ഓക്കെ. ഓണം സെലിബ്രേഷൻ്റെ ഇടയിൽ പിള്ളേർ പ്രേമത്തിലെ നിവിൻ പോളി ഡ്രസ്സ് ചെയ്തിരിക്കുന്ന പോലെ ഡ്രസ്സ് ചെയ്തു, പ്രേമം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും അതും ഇതും ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ പല അഭിപ്രായങ്ങളും ഒക്കെ വന്നു. എന്താ സിനിമ കാരണം പിള്ളേർ നശിച്ചു പോകണം, നമ്മുടെ യുവത്വം നശിച്ചു പോകണം, അത് ഇത്. പിന്നെ ഇത് സാറിനോട് പറയാനുള്ള കാര്യം, സാറിൻ്റെ ദൃശ്യം എന്ന് പറയുന്ന ഫിലിമിനകത്തെ കഥാപാത്രം ഒരു ഫിലിം ഇൻഫ്ലുവൻസ്ഡ് ക്യാരക്ടറാണ്. സോ ഇതിൽ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനെ ഓക്കെ കോളേജിൽ അത് പാടില്ല ഇത് പാടില്ല, എന്താ സിനിമ പിള്ളേരെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നില്ല. അല്ല, സിനിമ പിള്ളേരെ നശിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ അതൊന്നും അല്ല. എൻ്റെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും, 100% ശരിയാണ്. അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സിനിമ മാത്രമല്ല, നമ്മുടെ മുമ്പിൽ കാണുന്ന പേപ്പർ ഇതിൽ വരുന്ന കഥകൾ, ഇപ്പം ഇവർ കാണിക്കുന്ന ഈ അഭ്യാസം കണ്ടാൽ അതും ഇൻഫ്ലുവൻസ് ചെയ്യാം. മനസ്സിലായോ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുമ്പിൽ ഇവർ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ അവർ നല്ല രീതിയിൽ ഭരിക്കുമ്പോൾ നമ്മളത് കാണുമ്പോൾ അയാളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു, നമുക്ക് തോന്നും നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. ഇതിന് വേറൊരു ആംഗിളുണ്ട്. ഇവർ ഈ കുറേ പേര്, ഇപ്പം ആരാന്ന് ഞാൻ പറഞ്ഞില്ല, കുറച്ച് വ്യക്തികൾ ഒന്നെങ്കിലും അഴിമതി അല്ലെങ്കിൽ ഹിപ്പോക്രസിസം കാണിച്ച് ഭയങ്കര നേതാവ് വിളിച്ച് അവർ വേറൊരു ലൈഫ് സ്റ്റൈലിൽ അവരിങ്ങനെ സർവൈവ് ചെയ്ത് നല്ല രീതിയിൽ പോകുമ്പോൾ ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരന് വന്നാൽ ഇങ്ങനെ പുള്ളിക്കൊരു കുഴപ്പമില്ലോ, എന്നാൽ പിന്നെ ഞാനും ആ ഒരു ട്രാക്ക് പിടിച്ചാലോ. ഇൻഫ്ലുവൻസ് ചെയ്യണേ എങ്ങനെ വേണമെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാം. അത് കാണുന്ന വ്യക്തി എടുക്കുന്ന രീതി അനുസരിച്ചാണ്. അത് അയാൾ വളർന്നു വന്ന സാഹചര്യം, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ നല്ല കുടുംബം, നല്ലൊരു അച്ഛനും അമ്മയും നല്ല രീതിയിൽ ഉപദേശിച്ച് നല്ല രീതിയിലൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുത്ത്, പേരൻസ് ജീവിച്ച് നല്ല രീതിയിൽ കാണിച്ചു കൊടുത്ത പിള്ളേരൊക്കെ ആകുമ്പോൾ ഇതൊക്കെ കണ്ടാൽ ചിലപ്പോൾ ആ ലൈനിൽ പോകണമെന്നില്ല, ചിലർ പോകാം. അപ്പം ഇത് വ്യക്തികളെ അനുസരിച്ചിരിക്കും. അല്ലാതെ സിനിമ എല്ലാവരെയും ഇത് ചെയ്യുന്നൊന്നുമല്ല, അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ചില ഡൈഹാർഡ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ബ്രൂസ് വില്ലീസിൻ്റെ. ആ ഫസ്റ്റിനകത്ത് ബ്രൂസ് വില്ലീസ് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഞാൻ പോയി സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. അപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുമോയെന്ന് ചോദിച്ചാൽ 100% ഇൻഫ്ലുവൻസ് ചെയ്യും. അത് സത്യം തന്നെയാണ്. അപ്പോൾ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ പ്രതീക്ഷിക്കാമോ?
എൻ്റെ മനസ്സിലൊരു സബ്ജക്റ്റ് ഉണ്ട്. അത് ഞാൻ ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ ഒന്ന് ചെയ്യണം എന്നുണ്ട്. അത് കോൺട്രവേഴ്സി ആവുകയും ചെയ്യും സിനിമ. എനിക്കിഷ്ടപ്പെട്ടു. അല്ല, അത് ഞാൻ നേരത്തെ കഴിഞ്ഞ ഈ കേരളത്തിലുണ്ടായ ഒരു വലിയൊരു സംഭവം ആണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. അതിനെ ബേസ് ചെയ്തിട്ടല്ല, ആ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ആ സംഭവത്തിൽ നിന്ന് ഇത് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു വേറൊരു ആംഗിൾ, അതിന് വേറൊരു രീതി, ആ സംഭവത്തിനല്ല, അതിൽ നിന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്, ഞാനത് ചെയ്യും. അത് ഞാൻ 1-2 പേരോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് ഉറപ്പായിട്ടും കോൺട്രവേഴ്സി ആവും. അത് ആരെയും ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനത്തെയോ താറടിക്കുന്നില്ല, മൊത്തത്തിൽ ഈ സെറ്റപ്പിനെതിരെയാണ്. എനിക്കിത് കേട്ടിട്ട് തന്നെ ആകെ മൊത്തം ഇപ്പം ഞാനത് ചിലപ്പോൾ പറയുന്ന ആംഗിള് 100% ശരിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ വേണ്ടി വരുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഇത് പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം സാറ് ഇപ്പം ചെയ്യുന്ന പൃഥ്വിരാജ് ഫിലിം ചെയ്യുന്നു എന്ന് പറഞ്ഞു, അതെന്താണ്? എന്തെങ്കിലും തീം പറയാറായോ? ഒരു ആക്ഷൻ മൂഡിലുള്ളൊരു സിനിമയാണ്. ഭയങ്കര ആക്ഷനൊന്നുമില്ല, ഒരു ഫൈറ്റ് അതിൻ്റെ ഉള്ളൂ. അത് ഒരു ആക്ഷൻ മൂഡിലാണ് ത്രൂ ഔട്ട് ആ സിനിമ നിൽക്കുന്നത്. മെമ്മറീസ് പോലെ അല്ലത്, വേറൊരു ഇതാണ്. ഒരു വാക്ക് പറയാൻ വേണമെങ്കിൽ എനിക്ക്, പക്ഷെ അദ്ദേഹം പറയാതിരിക്കുന്നതാണ്. അല്ലാതെ പറയാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് സാർ ഇനിയും ഏത് ഔട്ട്സൈഡ് മലയാളത്തിലല്ലാതെ വേറെ ഏതൊക്കെ സിനിമകളാണ് ചെയ്യാൻ പോകുന്നത്? 2-3 നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് ഞാൻ ആയിട്ടില്ലാത്തതുകൊണ്ടാണ്. ബോളിവുഡാണോ? അതുകൊണ്ട് അതായത് ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തും ഭയങ്കര ഇതായിട്ടുള്ള വലിയൊരു സ്റ്റാർ, ആ സ്റ്റാർ എന്നെ വിളിച്ച് സംസാരിച്ച്, ആദ്യം മെസ്സേജ് അയച്ചു, പുള്ളിയുടെ PA ത്രൂ വിളിച്ചു സംസാരിച്ചു. എനിക്ക് സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നല്ല സബ്ജക്ട്സ് ഇതുണ്ടെങ്കിൽ പുള്ളി ഒരു തോട്ട് പുള്ളിയുടെ കയ്യിലുണ്ട്, ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം ബോംബെയിൽ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. ഇഫ് യു ഹാവ് ഗുഡ് സബ്ജക്റ്റ്, അത് ഞാൻ റെഡിയാണ്. എനിവേ ഐ വാണ്ട് ടു വർക്ക് വിത്ത് യു. ഇതെല്ലാം ദൃശ്യം ഇഫക്റ്റ് ആണോ? തീർച്ചയായിട്ടും ദൃശ്യത്തിൻ്റെ ബേസ് ചെയ്ത് തന്നെ പുള്ളി വിളിച്ചതും. ആക്ച്വലി സാറിൻ്റെ ലൈഫ് വേണമെങ്കിൽ ബിഫോർ ദൃശ്യം ആഫ്റ്റർ ദൃശ്യം എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം അല്ലേ? അത്രയും ഒരു ഹ്യൂജ് അല്ലല്ല, ഭയങ്കരമായ ഇതുണ്ടായിരുന്നു. പക്ഷെ അതിന് വേറെ ഞാൻ പറഞ്ഞില്ല, ദോഷം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് കൊച്ചു സിനിമകളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മനസ്സിലായോ? വളരെ ഫാമിലി അങ്ങനത്തെ, അല്ലെങ്കിൽ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കൊച്ചു സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്നറിയോ, പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഇത് ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തരുടെ സംസാരം കേൾക്കുമ്പോൾ സാറിൽ നിന്ന് ഇതൊന്നും അല്ല പ്രതീക്ഷ. അതായത് നമ്മളിങ്ങനെ മുകളിലേക്ക്, അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഇതിനൊരു അവസാനമല്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ പിന്നെ വീട്ടിൽ പോയിരിക്കുമോ? ഓക്കെ, ഇതുവരെ ചെയ്ത സിനിമകളിൽ ഏത് റോളിന് ആളെ കാസ്റ്റ് ചെയ്തപ്പോഴാണ് ഇപ്പം കൂടെ ഉണ്ടായിരുന്നവർ ഏറ്റവും കൂടുതൽ എതിർത്തത്? എനിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് ഇതും നമ്മുടെ ദൃശ്യത്തിനകത്തെ നമ്മുടെ ഷാജോണ്ടേതും, പിന്നെ എനിക്ക് തോന്നുന്നത് ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ ജ്യോതികൃഷ്ണയുടെ ക്യാരക്ടറാണ്. ഓക്കെ, പക്ഷേ ജ്യോതികൃഷ്ണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് ഷെഡ്യൂളിൽ ജ്യോതികൃഷ്ണയായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ബ്രില്യന്റ് പെർഫോമൻസ് ആയിരുന്നു. എന്തുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് കാഴ്ചപ്പാട്. ജ്യോതികൃഷ്ണ സാറിനെ പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചു, വളരെ രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി, എങ്ങനെയാണ് ജിത്തു ജോസഫ് സർ ആസ് എ ഡയറക്ടർ? പറഞ്ഞു, കണ്ടാൽ നമുക്ക് ഭയങ്കര പാവമാണെന്ന് തോന്നുന്നു, പക്ഷേ സെറ്റിലോട്ട് വന്നാൽ ഭീകര എനർജിയാണ്, അതുവഴി ഇതുവഴി എല്ലാം ഓടി നടക്കുന്ന ഒരാളാണ്, ഭയങ്കര വെള്ളം, ഇത് ടൂ മച്ച് ഓഫ് എനർജി. ഇതാണ് ജ്യോതി. അത് പണ്ട് മൈബോസ് ചെയ്തോണ്ടിരുന്നപ്പം നമ്മുടെ സായിയേട്ടൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഈ കസേരയിൽ ഇരുന്ന് ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടിയില്ല. ഒന്നെങ്കിൽ ഞാൻ ക്യാമറയുടെ അടുത്ത് വാങ്ങിക്കും, എന്നിട്ട് ഞാൻ ലൈവായിട്ട് കാണും, എന്നിട്ട് ഓടി വന്നിട്ട് മോണിറ്ററിൽ ഒന്ന് നോക്കി ഇത് ചെയ്യും. ചില സമയത്തൊക്കെ ക്യാൻസർ. അതുപോലെ തന്നെ ഈ ബ്രേക്ക് അല്ലാത്ത സമയത്ത് ഞാൻ ഈ ലൊക്കേഷനകത്തൂടേക്ക് ഇങ്ങനെ അങ്ങനെ കയറിയാണ് നടക്കുക. അപ്പം മൈബോസിലിടയ്ക്ക് ഞാൻ ഒരു വീട്ടിൽ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു മുറി കൂടെ കയറി, ഇപ്പോൾ അവരെല്ലാം കൂടെ അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഇവർ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് പറഞ്ഞു, ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഇത് ഏതാണ്ട് ഈ ഷൂട്ടിങ് കാണാൻ ആരാണ്ട് വന്നിട്ട് എല്ലാം കൂടെ ഓടി നടന്ന് കാണുന്നല്ലോ, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആദ്യമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരാളിങ്ങനെ കാണും ചെയറുമായിട്ട് കുടയായിട്ട്, എൻ്റെ പൊന്നു പോലെ എനിക്ക് ചെയറും വേണ്ട, കുട ഇങ്ങനെ തരും, ഞാൻ പിടിച്ചോളാം.
ഞാൻ കംഫർട്ടബിൾ അതാണ്, മനസ്സിലായി. എനിക്കിരിക്കണേ ഞാനിരുന്നുള്ളൂ, എവിടെയെങ്കിലും ചേറിട്ടാറ്. അതുകൊണ്ട് ഇപ്പൊ ഒരു കുഴപ്പം വെച്ചാൽ ചെയറൊന്നും കിട്ടത്തില്ല, വിളിച്ചു ആളേക്ക് അല്ല അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചെയർ വേണമെന്ന് തോന്നുമ്പോഴും ചെയർ കിട്ടാറില്ല. ഞാൻ അതിനകത്ത് ഹാപ്പിയാണ്. പിന്നെ കൊട പിടിച്ച് ഇങ്ങനെ ഒരാളിങ്ങനെ പുറകെ നടക്കാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എംബാരസ്മെന്റ് അത്. ഇപ്പൊ എവിടെയെങ്കിലും ക്രൗഡ് കാണും, അപ്പം ഞാനിങ്ങനെ നടക്കുമ്പോൾ ഒരാളിങ്ങനെ കുട പിടിച്ച് നടക്കുമ്പോൾ ഞാൻ ദൈവമേ ഞാൻ കുടങ്ങി എന്നായിരുന്നു വലിയ എനിക്കത് ഭയങ്കര എംബാരസ്മെന്റ് ആകുണ്ടാ. പക്ഷേ ഈ കുട കയ്യിലുള്ളപ്പോൾ ചിലപ്പോൾ അസൗകര്യങ്ങളുണ്ട്, അപ്പം മടക്കി ഇത് ചെയ്ത് വെക്കും. ഭാര്യ പറഞ്ഞിട്ടുണ്ട് കുട ചൂരി നടക്കാനുള്ള കറുത്തു പോകുന്നു, അത് കാരണം കുട കൂടാതിരിക്കാനും പറ്റും. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണോ? ഞാനല്ല, പുള്ളിക്കാരിരിക്കും. പിന്നെ സാറിന്റെ സൗന്ദര്യമൊക്കെ കുറഞ്ഞു പോയാൽ ആർക്കും അതിന്റെ കുറച്ചില്. ഈ കോസ്റ്റ്യൂമും ഇപ്പോഴത്തെ സെലക്ഷനും എല്ലാം ലിൻഡു ചേച്ചിയാണോ? ഇപ്പം ഞാൻ വിട്ടുകൊടുത്തു പുള്ളിക്കാനെ. പണ്ട് കുസ്തി പിടിക്കുമായിരുന്നു, കാരണം ഞാൻ എനിക്ക് തോന്നിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി പോകുന്നേ. അവസാനം പുള്ളി പറയും, അപ്പം കുറേ പേര് എന്നോടേക്ക് വിളിച്ചു, നീ പഴയ ആളല്ല, നീ കുറച്ചൊക്കെ മാറണം, നീ ആ ഒരു കടുംപിടുത്തം നിൻ്റെ അനാവശ്യ കടുംപിടുത്തമാണ്. നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് അടുത്ത ടൗണിലൊക്കെ അങ്ങനെയാണ് ഞാൻ ജീവിച്ചത്. കാരണം ഞങ്ങൾ ബേസിക് ഞാനതാ പറയാം, എനിക്ക് ആ ഒരു കൃഷിക്കാരൻ്റെ മനസ്സ് അന്നും ഇന്നും. ജിത്തു സാറിന്റെ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഞാനല്ല, വേറൊരാളാണ്. ആള് ദാ അവിടെ. ഹായ് ജിത്തു ചേട്ടാ, ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഗുഡ്. എന്താ ഞാൻ ജിത്തു ചേട്ടനോട് പറയേണ്ടത്, ബോംബെ മാർച്ച് 12 തുടങ്ങി ഞാൻ വരെ എനിക്കൊരു ടിപ്പിക്കൽ മലയാളി പെൺകുട്ടിയുടെ വേഷങ്ങളാണ് കിട്ടിയിട്ടുള്ളതെല്ലാം. അതിനിടയിൽ എന്നെ ഒരു മോഡേൺ ക്യാരക്ടർ അന്വേഷിച്ചു വരുമോ അങ്ങനെ ഒരു ഇത് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മോഡേൺ ക്യാരക്ടർ സ്യൂട്ട് ആവുമെന്നും റോസ് എന്ന കഥാപാത്രം എന്നെ ഏൽപ്പിച്ചാൽ അത് സേഫ് ആണെന്ന് വിശ്വസിച്ച ആദ്യത്തെ ഒരു ഡയറക്ടറാണ് ജിത്തു ചേട്ടൻ. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മോഡേൺ ക്യാരക്ടർ ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അതെന്തായാലും സാധിച്ചു തന്നതിന് താങ്ക്സ്. പിന്നെ നമ്മൾ ന്യൂസിലാൻഡിൽ പോയിട്ട് അവിടെ ഒരു മാസത്തോളം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റും പിന്നെ അവിടുത്തെ നല്ല കുറെ മനുഷ്യരെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു, അവരെയും. അതൊക്കെയാണ് എനിക്ക് എപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെന്റ്സ്. എനിക്ക് ജിത്തു ചേട്ടനോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് ന്യൂസിലാൻഡിൽ നിന്ന് ജിത്തു ചേട്ടന് ഒരുപാട് ഇഷ്ടം തോന്നിയത് അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു അനുഭവം എന്തായിരുന്നു? അവരവരുടെ രാജ്യത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ആ രാജ്യത്തിലൂടെ ചുമ്മാ ഇറങ്ങി നടന്നാൽ അറിയാം. അത്ര ക്ലീനായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തെ പല രീതിയിൽ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒന്നാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. നമ്മുടെ വീടും ഇതുമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കും, അതിനപ്പുറത്തേക്കുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധേടല്ല. പക്ഷെ അതിന് നമ്മൾ വ്യക്തികളെയോ അല്ലെ കുടുംബങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ളൊരു സംവിധാനം ഇവിടില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൂടെ ചെയ്യണം. വേസ്റ്റ് ഇടാനുള്ള സംവിധാനം. ഇപ്പം ഇവിടെ ഒരു ചെറിയ തോടുണ്ടെങ്കിൽ ആ തോട്ടിനകത്തേക്ക് എല്ലാവരും ചുമ്മാ വലിച്ചെറിയാണ്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അതായത് ന്യൂസിലാൻഡിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അവർ മുഴുവൻ ശരിക്കും നമ്മളെ പരിശോധിക്കുക. അതായത് പുറത്തുനിന്നൊരു സീഡ് കൊണ്ടുവരാൻ അവർ സമ്മതിക്കില്ല. അത്രയ്ക്കും അവരവരുടെ രാജ്യം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ആ വൃത്തി നമുക്ക് എന്താ പറയുക, ന്യൂസിലാൻഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉടനീളം കാണാൻ പറ്റും. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ന്യൂസിലൻഡ് സെലക്ട് ചെയ്തത്? ലോകത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ, വൈ ന്യൂസിലൻഡ്? പ്രൊഡ്യൂസർക്ക് അവിടെയായിരുന്നു നല്ല കോണ്ടാക്ട്സ്. അതായിരുന്നു. കാരണം അതെവിടെ വേണേലും പറയാം, അമേരിക്ക ആയാലും ഇംഗ്ലണ്ട് ആയാലും പ്രേക്ഷകർ വന്ന് കുറ്റം പറയൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ, പുറം രാജ്യമായിരിക്കണം. അപ്പോൾ അവർക്ക് ന്യൂസിലൻഡ് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. സാറിനോട് ഞാൻ ആദ്യമേ പറഞ്ഞത്, സാറിന്റെ ഫിലിംസിലെ മൾട്ടി സ്റ്റാറർ എല്ലാം ഭയങ്കര, എല്ലാവരും ഇപ്പം പൃഥ്വിരാജ്, ദിലീപേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ലാലേട്ടൻ, കമൽ സാർ. അയ്യോ, കമൽ സാറിനൊക്കെ ആദ്യം പറയണമായിരുന്നു. എല്ലാവരും വലിയ വലിയ ആളുകള്. അപ്പൊ കമൽ സാറൊക്കെ വരെ എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പൊ ആരാണ് അടുത്തത്? അല്ല, അടുത്ത പ്രൊജക്ട് ചെയ്യുന്ന പൃഥ്വിരാജാന്നറിയാലോ. പക്ഷെ ഇനി വരുന്നത് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പേര് ഒരു മനസ്സിലൊക്കെ ഇന്ന ആളെ വെച്ച് ചെയ്യണം. അല്ല, അങ്ങനെയൊക്കെ ചോദിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കാം, ഇപ്പോൾ ഹിന്ദിയിൽ അമീർ ഖാനൊക്കെ വെച്ച് ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ നമുക്കില്ല. കാരണം മെസ്സേജ് അത് ത്രൂ വന്നതാണ്, ഡയറക്റ്റ് അല്ല എനിക്ക് വന്നത്, ത്രൂ സുരേഷ് ബാലാജി വന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വലിയൊരു ആക്ടറാണ് ഇർഫാൻ ഖാൻ. ഇർഫാൻ ഖാനുമായിട്ട് പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ചില പേരുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, നടക്കുമെന്ന് എനിക്കറിയാൻ മേലാത്തോണ്ടാണ് പറയുന്നത്. അയ്യോ, അത് എത്ര നാളായിട്ട് ഞാൻ ഇത് ചെയ്തത്. 2 സബ്ജക്റ്റ് ഞാൻ പറ്റില്ല, 2 സബ്ജക്റ്റ് അദ്ദേഹത്തുമായിട്ട് ഇത് ചെയ്താണ്. പക്ഷെ അതിനകത്ത് ഞാൻ ആ പേരിപ്പോൾ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു രഹസ്യമായിട്ട് മാറ്റി വെച്ചിരുന്നത്. കാരണം അല്ലേ
എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിളി തുടങ്ങും, അതെന്നാന്നൊക്കെ പറഞ്ഞു. ഒരു ചെറിയ ഒരു സാധനം ഉണ്ട്. ഓ